എല്ലാവരെയും സ്വാഗതം ചെയ്യും. സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സബു അങ്കിൾ, താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് മീറ്റിംഗ്. ഞാൻ പറയാം, ഞാൻ രാജസ്ഥാനിലാണ് ജനിച്ചു വളർന്നത്. മലയാളം ഒത്തിരി ഫ്ലുവൻ്റ് അല്ല. സോ ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞാൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യരുത് കേട്ടോ. സോ I speak Hindi or I can speak English fluently, but when I speak Malayalam, it won't come that fluently because my thought comes in Hindi. So Hindi become my mother tongue. So എന്നാലും ഞാൻ ശ്രമിക്കാം. ഞാൻ പറയുന്ന ആശയം മനസ്സിലാക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ സാബു അങ്കിൾ ആൻഡ് മേരിക്കുട്ടി ആൻറ്റിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജസ്ഥാനിലേക്ക് കടന്നു വന്നു. ഞാനും അവരും എൻ്റെ മമ്മിയും അന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഒരു മിഷൻ ട്രിപ്പായിട്ട് ഞങ്ങൾ യാത്രകൾ ചെയ്തിട്ടുണ്ട്. വളരെ ലോങ് ഡിസ്റ്റൻസ് ജേർണീസ്. ആൻഡ് ആ യാത്രകളിലെല്ലാം ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി സുവിശേഷ യോഗങ്ങൾ ചെയ്തു, ദൈവമക്കളെ കണ്ടു, പുതിയ സ്ഥലങ്ങളിൽ കടന്നുപോയി, ഒത്തിരി ഓർമ്മകൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ സാബുങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ കടന്നു വരണമെന്ന്. എനിക്ക് എവറി ഡേ ഈവനിങ് 9 to 10 ഒരു സൂം മീറ്റിംഗ് ഉണ്ട്. അത് കൊറോണ തുടങ്ങിയ സമയത്ത് 4th April 2020 തുടങ്ങിയതാണ്. ഇറ്റ്സ് എ ബൈബിൾ സ്റ്റഡി. സോ അത് ഞാൻ ജസ്റ്റ് ഫിനിഷ് ചെയ്യുമായിരുന്നു. ദാറ്റ്സ് വൈ ഐ ഡിലേഡ് വിത്ത് സം ടൈം. സോ അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, ബാബു അങ്കിൾ 10 മണിയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാൻ എനിക്ക് പറ്റും. സോ ഹി സെഡ് ഓക്കെ, നോ പ്രോബ്ലം, യു ക്യാൻ ജോയിൻ അറ്റ് 10 o'clock. സോ പല ഭാഗങ്ങളിലായി നമ്മളായിരിക്കുന്നല്ലോ. എന്നാൽ നമ്മളെല്ലാവരെയും ഒന്നിച്ചാക്കിയത് ഒരു വ്യക്തിയാണ്, ആ കാൽവരിയിൽ ക്രൂശിൽ തറക്കപ്പെട്ട യേശു ക്രിസ്തു. ഞാൻ എപ്പോഴും ദൈവമക്കളെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മളുടെ റിലേഷൻഷിപ്പ് ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് തന്നെയാണ്. നോർമലി നമ്മൾ ഒരു വ്യക്തി ബ്രദറാണെന്ന് പറയുമ്പോൾ ചോദിക്കും, റിയൽ ബ്രദറാണോ അതോ കസിനാണോ? അപ്പം പറയും, അല്ലല്ല, റിയൽ ബ്രദറാണ്. ദാറ്റ് മീൻസ് എ ബ്ലഡ് റിലേഷൻഷിപ്പ്. പക്ഷേ നമ്മളുടെ ആ റിലേഷൻഷിപ്പും അതിലും വലിയൊരു ബ്ലഡ് റിലേഷൻഷിപ്പാണ്. ബിക്കോസ് അവർ ബ്ലഡ് റിലേഷൻഷിപ്പ് ഈസ് ഓഫ് ജീസസ് ബ്ലഡ്. സോ ഇൻ ദാറ്റ് വേ വി ഓൾ ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മളെല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോകാനുള്ളവരാണ്. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ദോ വി ലിവ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ചിലർ കേരളത്തിൽ താമസിക്കുന്നു, ചിലർ രാജസ്ഥാനിൽ താമസിക്കുന്നു, പല പല ഭാഗങ്ങളിൽ താമസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ജോഗ്രാഫിക്കൽ ഈ ഡിസ്റ്റൻസസും എല്ലാം ഒരു ദിവസം അങ്ങ് മാറിപ്പോവും. എന്നാന്ന് വെച്ചാൽ അന്ന് നമ്മൾക്ക് ജോഗ്രാഫിക്കൽ ഒരു ഡിഫറൻസസും വരത്തില്ല. ബിക്കോസ് വി ഓൾ ആർ ഗോയിങ് ടു വൺ പ്ലേസ് ടു ലിവ് എറ്റർണലി വിത്ത് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ലോർഡ്. അത്ര നല്ല സൗഭാഗ്യം ദൈവം നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എൻ്റെ പേര് രാജ്കുമാർ എന്നാണ്. രാജ്കുമാർ എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ പറയൂ, രാജ്കുമാർ മലയാളീസിൻ്റെ പേരല്ലല്ലോ. സത്യത്തിൽ എൻ്റെ പേര് രാജ്കുമാർ അല്ലായിരുന്നു. എൻ്റെ പേര് ജോബി എന്നായിരുന്നു, ജോബി ജെയിംസ്. എൻ്റെ മമ്മി പപ്പ രണ്ടുപേരും, പപ്പ എൻ്റെ ആർമിയിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഞാൻ ജനിക്കുന്നത് ഇവിടെ തന്നെയാണ്. എൻ്റെ പേര് ജോബി എന്ന് ആയ കാരണം എൻ്റെ മമ്മി ഒരു നേഴ്സായിരുന്നു. ചെറിയ വില്ലേജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ജോബി എന്ന പേര് ആർക്കും ഇല്ല, എല്ലാ ഹിന്ദിക്കാരും. അവിടെ മലയാളീസ് ഇല്ല, ഒരു ക്രിസ്ത്യാനി പോലും ഇല്ല. അപ്പോൾ എന്നെ ആരും ജോബി എന്നല്ല വിളിക്കുന്നത്, എന്നെ എല്ലാവരും ഗോപി എന്നാണ് വിളിക്കുന്നത്. ഗോപി അറിയാമല്ലോ, പച്ചക്കറി. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഗോപി എന്ന് കേൾക്കുമ്പോൾ. അപ്പം ചിലർ പറയും പഴുത്ത ഗോപി വരുന്നു, ചീഞ്ഞ ഗോപി വരുന്നു. അപ്പം ഞാൻ ആകെ ഫെഡപ്പായി പേര് കൊണ്ട്. അപ്പം ഞാൻ പല പ്രാവശ്യം എൻ്റെ ഡാഡിയോട് ചോദിച്ചു, മമ്മിയോട് ചോദിച്ചു, എൻ്റെ പേരെന്താത്തിനായി ജോബി എന്നിട്ടത്? അപ്പോൾ പറഞ്ഞു, എടാ ഇത് ഒരു മലയാളി പേരാ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ കേരളത്തിലായിരിക്കണമായിരുന്നു, ഞാൻ ഈ രാജസ്ഥാനിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു പേര് വേണം. അപ്പോൾ പറഞ്ഞു, പേരിട്ടു, ഇനി അത് മാറാൻ പറ്റത്തില്ല. പക്ഷേ 10th ക്ലാസ്സിൽ ഞങ്ങൾ വന്നപ്പോൾ അന്ന് SSLC ഇവിടുത്തെ ബോർഡ് എക്സാമിനേഷൻ്റെ ഫോം ഫിൽ ചെയ്യണം. അവിടെ ഫോം ഫിൽ ചെയ്യാനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് പേര് മാറ്റാൻ പറ്റുമെന്ന്. അപ്പോൾ പറഞ്ഞു, ആ പേര് ഇപ്പം മാറ്റാം, പക്ഷേ ഇനി മാറ്റാൻ പറ്റത്തില്ല, ബോർഡിലായ പേര് മാത്രം നിങ്ങളുടെ പേര് എപ്പോഴും ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പേര് മാറ്റണം. പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ മാറ്റിക്കോ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, സാർ തന്നെ ഒരു പേര് പറഞ്ഞാൽ എനിക്ക് മാറണം.
അപ്പോൾ സാർ എനിക്കിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ പറഞ്ഞ് പേരൻസിനോട് പോയി ചോദിക്കുക. ഞാൻ പറഞ്ഞ് എനിക്ക് ചോദിക്കണ്ട, എനിക്കങ്ങ് മാറ്റണം. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ ഒരു രാജ്കുമാർ, അന്ന് രാജ്കുമാറിൻ്റെ അർത്ഥമൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, സാർ രാജ്കുമാർ എന്ന് എഴുതാവോ? അപ്പോൾ പറഞ്ഞ് എഴുതിക്കോ, ഏത് വേണമെങ്കിലും എഴുതിക്കോ, രാജ്കുമാർ. ഒരു 10 ദിവസം കഴിഞ്ഞപ്പം എക്സാമിനേഷൻ്റെ ഹാൾ പെർമിഷൻ കാർഡ് വന്നു. അപ്പം അഡ്രസ്സ് ഞങ്ങളുടെ വീട്ടിലെയാണ്, പേര് രാജ്കുമാറാണ്. അപ്പം മമ്മി എന്നോട് വിളിച്ച് പറഞ്ഞു, എടാ മോനെ, ഏതോ ഇവിടെ ഒരു തെറ്റായ പേരിൽ അഡ്മിഷൻ കാർഡ് വന്നിട്ടുണ്ട്, രാജ്കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെയാ, നീ ഇത് തിരിച്ചു കൊടുത്തിട്ട് നിൻ്റെ കാർഡ് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ കാർഡ് തന്നെയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ, ഇത് നിൻ്റെ കാർഡോ? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞു. സോ ഐ പുട്ട് മൈ നെയിം മൈസെൽഫ്. ബട്ട് ബിലീവ് മീ, ആ രാജ്കുമാർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? രാജാവിൻ്റെ മോൻ. ഞാൻ സത്യത്തിൽ അന്ന് രാജാവിനെ അറിയത്തില്ല. ഒരു രാജാവ് ഈ ലോകത്തിലുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ രാജാവ് എന്നെ അന്ന് കണ്ട് ഒരു പേരും കൂടെ എനിക്ക് തന്നു, രാജാവിൻ്റെ മകൻ. ആൻഡ് ലേറ്റർ ഐ ബിക്കം ദ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ സത്യത്തിൽ രാജാവിൻ്റെ മകനായി. സോ ഞങ്ങൾ രാജസ്ഥാനിലാണ്. ഇന്ന് ജയ്പൂർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ പേര് ഡീപ്പർ റൂട്ട്സ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. 100% ഹിന്ദിക്കാരാണ്. മലയാളീസ് ഒരു 2 ഫാമിലീസ് ഉണ്ട്. അവരും നോർത്ത് ഇന്ത്യയിൽ തന്നെ വളർന്നവരാണ്. ഫസ്റ്റ് ജനറേഷൻ ഇവിടെ, എല്ലാവരും ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷനുള്ള ആരുമില്ല. എൻ്റെ മമ്മി സാബു അങ്ങൾ പറഞ്ഞതുപോലെ ഷി വാസ് എൻ അമേസിങ് ഇവാഞ്ചലിസ്റ്റ്. എൻ്റെ വീടിൻ്റെ 2 കിലോമീറ്റർ റേഡിയസ് ഒരു ഭവനം പോലും മമ്മി കയറി ബൈബിൾ കൊടുക്കാത്ത ഭവനം കാണത്തില്ല. എവറി ഡേ ഷീ ഡിസ്ട്രിബ്യൂട്ട് 5 ന്യൂ ടെസ്റ്റമെൻറ്റ്. കൊറോണ സമയത്ത് പോലും ഷീ യൂസ് ടു ഗോ ഔട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ബൈബിൾ. 17 വർഷം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താണെന്ന് പ്രാർത്ഥിച്ചത്? കർത്താവേ, ഇവൻ്റെ ജോലി കളയണേ, കർത്താവേ, ഇവൻ്റെ ജോലി കളയണമേ, കർത്താവേ, ഇവൻ്റെ ജോലി കളയണമേ. ഏതെങ്കിലും അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചത് കേട്ടിട്ടുണ്ടോ? ബട്ട് ഷീ പ്രേഡ് ഫോർ 17 years. 2010 ഞാൻ ദൈവത്തിൻ്റെ ആ വിളി കേട്ടു. ഞാനും എൻ്റെ വൈഫിൻ്റെ പേര് ഡോക്ടർ ഷിലു ആണ്. ഷീ വാസ് എ പ്രിൻസിപ്പൽ ഇൻ എ കോളേജ്. അപ്പം ഞാൻ ആ സമയത്ത് ICICI ബാങ്കിൻ്റെ റീജിയണൽ മാനേജറായിരുന്നു. രാജസ്ഥാൻ മുഴുവൻ ടേക്ക് കെയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ മമ്മിയോട് എപ്പോഴും പറയും, മമ്മി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണ്ട, ഞാൻ ശുശ്രൂഷയിൽ ഫുൾ ടൈം വരത്തില്ല. ഞാൻ ചർച്ചിൽ സങ്കീർത്തനം വായിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദശവാംശം കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഫുൾ ടൈം മിനിസ്ട്രി ഒന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ മമ്മിക്ക് ആ കമ്മിറ്റ്മെൻറ്റ് ദൈവം കൊടുത്തു. നിൻ്റെ മകൻ ദൈവ ശുശ്രൂഷ ചെയ്യും. അതിനുവേണ്ടി 17 വർഷം പ്രാർത്ഥിച്ചു. 17 വർഷം പൂർത്തിയായപ്പോൾ ദൈവത്തിൻ്റെ വിളി കടന്നു വന്നു. ഞങ്ങൾ ആസ് എ ഫാമിലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, വി വിൽ കം ഫോർ ദ മിനിസ്ട്രി. 2010 മുതൽ ഞങ്ങൾ 2 പേരും ജോലി വിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിലായിരിക്കുന്നു. ദൈവം വളരെ ധാരാളമായി in every aspect, not only physically, not only spiritually, not only materially, in every way, God blessed us beyond measure. So I thank God for that. So എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാബു അങ്കിൾ ആ സമയത്ത് ലെതർ പരിപാടികളായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ലെതർ ഷൂസ് മേടിച്ച് തരുവും, ലെതർ എങ്ങനെയൊക്കെ എത്ര രീതിയെന്നൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവിടെ ഒരു ബിൽഡിംഗ് പണിയുന്നു, ചർച്ചിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നു, മിഷൻ വർക്കിന് വേണ്ടി അധ്വാനിക്കുന്നു. ഐ ഗോട്ട് സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. ആൻഡ് ടുഡേ when I see, എനിക്ക് ചില വീഡിയോസ് ആൻഡ് പിക്ചേഴ്സ് എല്ലാം അയച്ചു തന്നു. ഐ താങ്ക് ഗോഡ് ഫോർ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ത്രൂ ഹിം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സോ ഇന്ന് രാത്രി ചില സമയങ്ങൾ ദൈവവചനത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. ദൈവവചനമാണല്ലോ നമ്മളെ നിലനിർത്തുന്നത്. വേർഡ് ഓഫ് ഗോഡ് ചേഞ്ച് അവർ ലൈഫ്, നത്തിങ് എൽസ്. നമ്മൾ ബാക്കി എന്ത് ചെയ്താലും ദൈവവചനം നമ്മളുടെ അകത്തില്ലെങ്കിൽ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവവചനം നമ്മളുടെ ഒരു ആങ്കറായി, നമ്മളുടെ ഫെയ്ത്ത് ആങ്കറായി നമ്മളെ കഠിന സമയത്തിൽ സുരക്ഷിതമായി നിർത്തുന്നു. ഇന്ന് രാത്രി ഒരു വളരെ ചിരിപരിചിതമായ ഒരു വേദഭാഗം. ആ വേദഭാഗം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെ നിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ മെസ്സേജ് വേറെ ആയിരിക്കും.
ബുക്ക് ഓഫ് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചിലർക്കൊക്കെ മനസ്സിലായി ബർത്തമായി കടന്നു വരാൻ പോകുന്നു അല്ലേ. അതിൽ ബർത്തമായി ഒരു വലിയ ക്യാരക്ടർ അല്ലേ. 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ബർത്തമായി കാണുന്നു. പക്ഷെ ഞാൻ ഇന്നൊരു രോഗശാന്തിയെ പറ്റിയല്ല സംസാരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ റെലമിലേക്ക് കടക്കുവാനുള്ള ഒരു ന്യൂ ഡയമെൻഷനിലേക്ക് കടക്കുവാനുള്ള ചില ലെസൺസ് ആണ് ഇന്ന് ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ബർത്തമായിയുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല. ക്യാൻ സംബഡി റീഡ് ഇൻ മലയാളം? പ്ലീസ് ഹെൽപ്പ് മീ. സംബഡി മേ റീഡ് ഇൻ മലയാളം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം. എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായി ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്രാ യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്നവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞ് കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് വിട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, പ്രഭുവിനെ, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, എന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ അവനെ അനുഗമിച്ചു. ആമേൻ. താങ്ക് യു. നമ്മൾ ഈ ഭാഗം പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ബർത്തമായി, കഫർനഹൂം, യെരിഹോ. യേശു കടന്നുപോയി, ഇവൻ ദാവൂദ് പുത്ര എന്ന് വിളിച്ചു. യേശു നിന്നു, ഒരു വലിയ സൗഖ്യം അവിടെ നടന്നു. പക്ഷെ ഇന്ന് ഞാൻ സൗഖ്യത്തെ പറ്റിയല്ല പറയുന്നത്. ഇന്ന് ഞാൻ ഹൗ ക്യാൻ വി വാക്ക് ഇൻ എ ന്യൂ ഡയമെൻഷൻ, ഒരു പുതിയ മേഖലയിൽ നമ്മൾക്ക് എങ്ങനെ നടക്കുവാൻ കഴിയും, അതിൻ്റെ 4-5 കാര്യങ്ങൾ ഈ ബർത്തമായുടെ ജീവിതത്തിൽ നിന്നും നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഹൗ ടു വാക്ക് ഇൻ എ ന്യൂ ഡയമെൻഷൻ. വാക്കിംഗ് ഇൻ എ ന്യൂ ഡയമെൻഷൻ, ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒരു ആത്മീയ രൂപത്തിൽ ഇച്ചിരോടെ ഉയർന്ന് ഒരു പുതിയ റെലം, പുതിയ ഡയമെൻഷനിൽ വാക്ക് ചെയ്യുവാൻ. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്, ബിഗ് ബിൽഡിംഗ് നമ്മൾ കണ്ടു, 20 ഫ്ലോർ. അതിനെ നമ്മൾ ഇങ്ങനെ നോക്കും, വളരെ ഉയരമുണ്ട് ബിൽഡിങ്ങിന്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓയോ വാട്ട് എ ഹൈറ്റ്, എന്ത് പൊക്കമുണ്ട്. നമ്മളുടെ ആ ഡയമെൻഷൻ, നമ്മൾ നിൽക്കുന്ന നമ്മുടെ കാഴ്ച ആ ബിൽഡിങ്ങിനെ ഇങ്ങനെ നമ്മൾ നോക്കുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊരു വിമാനത്തിൽ കയറി വിമാനം കുറച്ച് മുകളിലോട്ട് പൊങ്ങി കഴിയുമ്പോൾ നമ്മൾ ആ സെയിം ബിൽഡിങ്ങിനെ നോക്കുമ്പോൾ ആ ബിൽഡിംഗ് നമ്മൾക്ക് ഉയർന്നതായി അല്ല തോന്നുന്നത്, ആ ബിൽഡിംഗ് നമ്മൾക്ക് ചെറുതായി തോന്നുന്നു. എന്നാൽ ബിൽഡിംഗ് ചെറുതായോ? ആയിട്ടില്ല. പക്ഷെ നമ്മളുടെ ഡയമെൻഷൻ ചേഞ്ചായി, നമ്മളുടെ കാഴ്ചപ്പാട് മാറി. യുനോ, ഞാൻ പറയുന്നതിൻ്റെ ആഗ്രഹം, ഹൗ ക്യാൻ വി ചേഞ്ച് അവർ കാഴ്ചപ്പാട്, നമ്മളുടെ ഡയമെൻഷൻ ചേഞ്ച് ആക്കി. പൗലോസ് പറയുന്ന 1 കൊരിന്ത്യർ 13:12 പറയുന്നു, ഇന്ന് നമ്മൾ ഒരു മിററിൽ ബ്ലർ ആയിട്ട് കാണുന്നു, പക്ഷെ ഒരു നാൾ മുഖാമുഖം കാണും. ആത്മീയ ജീവിതത്തിൽ ഇന്ന് നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുന്നില്ലായിരിക്കാം. പക്ഷേ ആത്മീയത്തിൽ നമ്മളൊരു റെലം മുമ്പോട്ട് കടന്നു പോയാൽ, ഒരു ഡയമെൻഷൻ ചേഞ്ച് ആയാൽ, നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ലോകം കാണുന്നത് പോലെയല്ല, മറ്റൊരു രീതിയിൽ നമ്മൾക്ക് കാണുവാൻ പറ്റും. Praise the Lord. So ഇതിൽ ഈ വ്യക്തി ബർത്തമായി ചില നല്ല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക എന്ന് ആഗ്രഹിക്കുകയാണ്. Are we ready to learn that? Yes. Praise the Lord. First thing, ആദ്യത്തെ കാര്യം എന്താണ് അവൻ പറയുന്നത്? അതിൻ്റെ 47-ാം വാക്യം. And when he heard,
ദാറ്റ് ഇറ്റ് വാസ് ജീസസ് ഓഫ് നാസറത്ത്. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? യേശു ആണെന്ന് അവൻ കേട്ടു, അല്ലേ? വെൻ നസറായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ. യേശു എന്ന് കേട്ടു. ടു ചേഞ്ച് ദ ഡയമെൻഷൻ, ഫസ്റ്റ് തിങ് വെൻ ഹി ഹേർഡ്. ഈ വെൻ എന്ന് പറയുന്ന ശബ്ദം ഇല്ലേ, വെൻ, WHEN, വെൻ ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ടൈം. വെൻ യു ആർ കമ്മിങ്, വെൻ യു ആർ ഗോയിങ്, when that person died, when is associated with time. അതിലൊരു സമയമുണ്ട്. What Bartimaeus is trying to teach us, when he heard, അവൻ കേട്ടപ്പോൾ അവൻ ആ സമയം മനസ്സിലായി, ഈ സമയം എൻ്റെ സമയമാണെന്ന്. we need to recognize our time. നമ്മൾക്ക് ആത്മീയ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ, ആ ഡയമെൻഷൻ ഒന്ന് ചേഞ്ച് ആകണമെങ്കിൽ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ടൈം. ആ സമയത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കണം. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലാക്കാൻ പറ്റും. യേശു ക്രിസ്തു യെരുശലേമിനെ നോക്കി പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യം. യെരുശലേം നഗരത്തെ നോക്കി യേശു എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 44-ാം വാക്യം. അത് കിട്ടിയോ? നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്റെ മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. പക്ഷെ അതിൽ 43 നിന്റെ സന്ദർശന കാലം നീ അറിയാഞ്ഞത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂരി നിന്നെ വളഞ്ഞ് 4 പുറത്തു ഞെരുക്കി. എന്റെ സന്ദർശന കാലം നീ അറിയാതിരുന്നിട്ട്, നീ മനസ്സിലാക്കാതിരുന്നിട്ട്, ടൈം, നിനക്കൊരു സമയം ലഭിച്ചു, നിനക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, പക്ഷെ നീ അത് മനസ്സിലാക്കിയില്ല. യെരുശലേമിൽ നോക്കി പറയുക, നിങ്ങൾ അത് റെക്കഗ്നൈസ് ചെയ്തില്ല. അതിന്റെ ദുഷ്പരിണാമം എന്താ സംഭവിക്കാൻ പോകുന്നേ? ഒന്നും ശേഷിപ്പിക്കുകയില്ല. നത്തിങ് ഈസ് ഗോയിങ് ടു റിമെയിൻ ദെയർ. ഗോഡ് വർക്ക്സ് ഇൻ സീസൺ. ദൈവം സീസണിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ക്ലൈമറ്റിക്കൽ സൈക്കിൾ പോലും നോക്കിയാൽ സമ്മർ, വിന്റർ, റെയിൻ, സ്പ്രിംഗ്, സീസൺസ്. ബുക്ക് ഓഫ് എക്ലസിയാസ്റ്റിക് നമ്മൾ വായിക്കുമ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ട്. വിതയ്ക്കാൻ ഒരു സമയം, കൊയ്യാൻ ഒരു സമയം, നടാൻ ഒരു സമയം, കരയുവാൻ ഒരു സമയം, ആനന്ദിക്കുവാൻ ഒരു സമയം. ഗോഡ് വർക്ക്സ് ഇൻ സീസൺ. ഗോഡ് ഡസ് നോട്ട് വർക്ക് ഔട്ട് ഓഫ് സീസൺ. ദൈവം പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്. ആ സമയത്തെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളുടെ വലിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ഈ വ്യക്തിയെ ഒന്ന് നോക്കിക്കേ, ബർത്തിമായി. വെൻ ഹീ ഹേർഡ്, അവൻ കേട്ടു. ആര്? യേശു എന്ന് കേട്ടു. ഹി അണ്ടർസ്റ്റാൻഡ് ദ സീസൺ. അവന് സീസൺ മനസ്സിലായി, അവൻ ആ സമയം മനസ്സിലായി, അവൻ ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലായി. ബിക്കോസ് ഹി വാണ്ടഡ് ടു ചേഞ്ച്. അവന് മാറാൻ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവന് മനസ്സിലായി, ദിസ് ഈസ് മൈ ഓപ്പർച്യൂണിറ്റി, ദിസ് ഈസ് മൈ ടൈം, ദിസ് ഈസ് മൈ സീസൺ. ദൈവമക്കളെ, എത്രയോ പ്രാവശ്യം നമ്മളുടെ ജീവിതത്തിൽ എത്ര അവസരങ്ങൾ ദൈവം കൊണ്ടു നൽകി, പക്ഷെ നമ്മൾ പല പ്രാവശ്യം അതിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ലേസിനെസ്. നമ്മൾക്ക് പിന്നെ ചെയ്യാം, അടുത്ത പ്രാവശ്യം പോകാമെന്നേ, ഈ കൺവെൻഷൻ എന്നാ പോകുന്നത്, അടുത്ത പ്രാവശ്യം പോകാം, വി വിൽ ഡു സം അതർ ടൈം. ഒന്ന് ചിന്തിച്ചേ, ബർത്തിമായി അങ്ങനെ ചിന്തിക്കുമായിരുന്നെങ്കിലോ? ബർത്തിമായി ഇന്ന് പറയുക, ഇന്ന് ഒത്തിരി ആൾക്കാരുണ്ട്, ഇന്ന് ശരിക്കും ഒന്ന് ഭിക്ഷ യാചിക്കാം, ഇനി അടുത്ത പ്രാവശ്യം യേശു വരുമ്പോൾ നമുക്ക് ചെയ്യാം. പക്ഷേ യേശു അടുത്ത പ്രാവശ്യം അവിടെ വന്നില്ല. ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ഹി ഈസ് പാസിംഗ് ബൈ. ഹി വിൽ നോട്ട് കം അഗെയിൻ. മെനി എ ടൈം ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഈ അവസരത്തെ മനസ്സിലാക്കിയില്ല. ഞാൻ വിശ്വസിക്കുന്നു നമ്മളിൽ എല്ലാവരും നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ വി കുഡ് അണ്ടർസ്റ്റാൻഡ് വി മിസ്ഡ് മെനി ഓപ്പർച്യൂണിറ്റീസ്. 2 months ബാക്ക് ഞാൻ ഒരു അങ്കിളിനെ കണ്ടു. ഞങ്ങളുടെ ഒരു വളരെ സ്നേഹിക്കുന്ന ഒരു അങ്കിളാണ്. ഒത്തിരി നോർത്ത് ഇന്ത്യയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്നു.
വളരെ ആത്മീയ തീക്ഷ്ണതയുള്ള ഒരു ദൈവഭക്തൻ. പക്ഷെ ഇപ്പോൾ 87 വയസ്സായി. കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിൽ കടന്നു പോയപ്പോൾ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയി കണ്ടു. ഒത്തിരി ഹൈ ഷുഗറായി, കണ്ണിന് കാഴ്ചയില്ല, ഒട്ടും കാണത്തില്ല. ഹീ ഈസ് വെരി വീക്ക്, നടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഓർമ്മ ഭയങ്കര, മെമ്മറി ഈസ് വെരി ഷാർപ്പ്. ഞാൻ പോയി കണ്ടു, സംസാരിച്ചു. ഹി ഹഗ് മീ, കെട്ടിപ്പിടിച്ചു. ആൻഡ് യു നോ വാട്ട് ഹി സെഡ്? പാസ്റ്റർ രാജ്കുമാർ, ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസരത്തെ ഞാൻ പരിഗണിച്ചില്ല. ഐ മിസ്ഡ് മൈ ഓപ്പർച്യൂണിറ്റി. ഞാൻ രാജസ്ഥാനിൽ ഇത്ര വർഷം താമസിച്ചിട്ട് എനിക്ക് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എത്രയോ അവസരങ്ങൾ ദൈവം എനിക്ക് തന്നു. ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് കടന്നു പോകണമെന്ന് ദൈവം എന്നോട് ആഗ്രഹിച്ചു. എത്ര പ്രവാചകന്മാർ വന്ന് എന്നോട് പറഞ്ഞു, എത്ര പ്രാവശ്യം ദൈവവചനത്തിൽ കൂടി ദൈവം എന്നോട് സംസാരിച്ചു. പക്ഷെ ഞാൻ ഓർത്തു കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്യാമെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? കണ്ണിന് കാഴ്ചയില്ല, ഷുഗർ ഹൈ, ശരീരത്തിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 87 years ഓഫ് ഏജ് ആയി. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ രാജ്കുമാർ, പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വെൻ ഗോഡ് ഗേവ് യു എ ഓപ്പർച്യൂണിറ്റി, ദൈവം നിങ്ങളോട് സംസാരിച്ചപ്പോൾ യു ടുക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആ സമയത്തെ പാഴാക്കിയില്ല. യു ജസ്റ്റ് ഗ്രാബ് ഇറ്റ്. ആൻഡ് ദാറ്റ്സ് വൈ ഐ എം ഹാപ്പി ദാറ്റ് അറ്റ്ലീസ്റ്റ് വാട്ട് ഐ കുഡ് നോട്ട് ഡു യു ഡിഡ്. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവം പല പ്രാവശ്യം ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. അത് പല രീതിയിലായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പല പ്രാവശ്യം ദൈവം ചില ഫേവേഴ്സ് നമ്മൾക്ക് നൽകും. ഫേവർ നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ടല്ലോ, അയ്യോ എല്ലാം നല്ല കാര്യങ്ങളാകുന്നു, അയ്യോ എവറിഥിങ് ഈസ് ഗോയിങ് ഗുഡ് വേ, എല്ലാം നമ്മൾ അത്ര അധ്വാനിക്കൊന്നുമില്ല, പക്ഷേ എന്നാലും നല്ല ഇത് ആകുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ചിലപ്പം ആ ഗ്രേസിൽ കൂടെ ദൈവം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയായിരിക്കാം. പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ചില കഠിന ശോധനകൾ കൊണ്ടുവന്ന് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കും. അറ്റ്ലീസ്റ്റ് അതിൽ കൂടി ഒന്ന് മനസ്സിലാകട്ടെ. പക്ഷെ നമ്മൾ പല പ്രാവശ്യം അതും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പല പ്രാവശ്യം ദൈവവചനത്താൽ നമ്മളോട് ദൈവം സംസാരിക്കും. ചില ദൈവദാസന്മാരിൽ കൂടി ദൈവം സംസാരിക്കും. ചില സർക്കംസ്റ്റാൻസസിൽ കൂടി ദൈവം സംസാരിക്കും. പല പ്രാവശ്യം ഡ്രീംസ് ആൻഡ് വിഷൻസിൽ കൂടി ദൈവം സംസാരിക്കും. ബട്ട് ദ ചേഞ്ചിങ് ഓഫ് ഡയമെൻഷൻ ഇൻ ഓൺലി ഹാപ്പൻ വെൻ വി അണ്ടർസ്റ്റാൻഡ് ദ ടൈം. ആ സമയത്തെ മനസ്സിലാക്കണം. വെൻ ഹി ഹേർഡ്, ഈ അന്ധനായ വ്യക്തി പഠിപ്പൊന്നും ഇല്ല കേട്ടോ, എത്ര പഠിച്ചാന്നൊന്നും എഴുതിയിട്ടില്ല, എത്ര ബുദ്ധിയുണ്ടെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ആത്മീയമായി ഇവന് ഭയങ്കര ബുദ്ധിയുണ്ട് കേട്ടോ. വെൻ ഹി ഹേർഡ് ജീസസ് ഈസ് കമ്മിങ്, ലെറ്റ് മി ടെൽ യു, അന്ന് ഒത്തിരി ജനക്കൂട്ടം യേശുവിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ഇവൻ ആരെ പറ്റി ചിന്തിച്ചില്ല. He was thinking only one thing about Jesus. ഇന്ന് നമ്മൾക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. ഒരുപക്ഷെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ബട്ട് മൈ ലവിങ് ഗോഡ് ഈസ് എ ഗോഡ് ഹു ഗിവ് എ സെക്കൻഡ് ചാൻസ്. യോനയ്ക്ക് ഒരു അവസരം കൂടി കൊടുത്ത ദൈവമാണ്. ഒരവസരം കൂടി നമ്മൾക്ക് തരുവാൻ അവൻ ദയ കാണിക്കുന്ന ഒരു ദൈവമാണ്. പക്ഷേ ആ അവസരം കിട്ടുമ്പോൾ നമുക്ക് അതിനെ ഗ്രാബ് ചെയ്യുവാനുള്ള ഒരു കഴിവ് നമ്മൾ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ദ സെക്കൻഡ് തിങ് വാട്ട് ഹീസ് ഡൺ, ഫസ്റ്റ് തിങ് സമയത്തെ മനസ്സിലാക്കി. ഹി അണ്ടർസ്റ്റുഡ് ദ വാല്യൂ ഓഫ് ടൈം. ആ സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ഓപ്പർച്യൂണിറ്റി അവൻ മനസ്സിലാക്കി. സെക്കൻഡ് തിങ് വാട്ട് ഹീസ് ഡൺ, അതിൻ്റെ 50-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ പറ്റുന്നു. അതിൻ്റെ 50-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 10 chapter 50. അവൻ തന്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റു യേശുവിന്റെ അടുക്കൽ വന്നു. ദ സെക്കൻഡ് തിങ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് കൂടി, ഒരു പുതിയ റെലമിൽ, ഒരു പുതിയ ഡയമെൻഷനിൽ നമ്മൾക്ക് നടക്കണമെങ്കിൽ ഈ വ്യക്തി മറ്റേ സെക്കൻഡ് തിങ് ചെയ്തത് എന്താണെന്നറിയാവോ? He tried to connect with Jesus. യേശുവിനോട് പറ്റിച്ചേരുവാൻ അവൻ ആഗ്രഹിച്ചു. Praise the Lord. First thing, he recognized the value. ആ സമയത്തെ അവൻ മനസ്സിലാക്കി. സമയത്തെ മനസ്സിലാക്കിയ ഉടനെ second thing what he did, he connected with Jesus. Praise the Lord. അവന്, ഈ അന്ധനായ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി. എൻ്റെ ഈ അന്ധത, ഇതിനെ മാറ്റുവാൻ എത്ര പണം മുടക്കിയാലും അത് മാറത്തില്ല.
എത്ര ഡോക്ടർ ചിന്തിച്ചാലും മാറത്തില്ല, എത്ര വ്യക്തികൾ ഉപായം ചെയ്താലും ഇത് മാറത്തില്ല. ഇതിനെ മാറ്റണമെങ്കിൽ ഒരേ ഒരു വ്യക്തിക്ക് പറ്റത്തുള്ളൂ, അത് യേശുവാണ്. He understand that. So when he understand that, he tried to connect with Jesus. യേശുവിനോട് കണക്ട് ചെയ്യുവാൻ അവൻ മുമ്പോട്ട് പോയി. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഫെയിലിയേഴ്സ്, ഡിസപ്പോയിൻമെന്റ്സ്, റിജക്ഷൻസ്, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ഈ എല്ലാ അവസരങ്ങളിലും ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. വി നെവർ ഫർഗെറ്റ് ടു കണക്ട് വിത്ത് ജീസസ്. യേശുവിനോട് ദൂരെ നമ്മൾ പോകരുത്. പല 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 ഇവിടുത്തെ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ ഇവിടെ വിശ്വാസികളൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. നമ്മൾ സുവിശേഷം പോയി പറയും, അവരോട് 3-4 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയാൽ മതി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കും അവരുടെ വീടുകളിൽ. എന്നാന്ന് വെച്ചാൽ അവരുടെ ഫെയ്ത്ത് ഇസ് വെരി ഇന്നോസെൻറ്റ്. എന്തെങ്കിലും ഒരു ഹീലിംഗ്, എന്തെങ്കിലും ദൈവം ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോൾ ഇവർ പെട്ടെന്ന് ചർച്ചിലേക്ക് കടന്നു വരും. പക്ഷേ സസ്റ്റെയിനിങ് ദം ഇൻ ഫെയ്ത്ത് ഇസ് വെരി ഡിഫിക്കൽട്ട്. അവരെപ്പോഴും ഇത് തന്നെ ആഗ്രഹിക്കുന്നത്. എപ്പോഴും അവരെ എന്നും കാണണം, എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 5 ദിവസം പോയില്ലെങ്കിൽ 6ാമത്തെ ദിവസം അവർ അമ്പലത്തിൽ പോകും. അവരോട് കണ്ട് അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് പിന്നെ ചിലപ്പം ഇച്ചിരി രോഗം കടന്നു വരും. 1 മാസം രോഗം മാറിയില്ല. അപ്പോൾ പറയും, ഓ ഇനി ഞങ്ങൾക്ക് യേശു വേണ്ട, മറ്റേ ആൾ മാറ്റിക്കോളും. സോ സസ്റ്റെയിനിങ് ഇൻ ദാറ്റ് വി നീഡ് ടു കണക്ട് ഓൾവേസ് വിത്ത് ജീസസ്. ഇവൻ ഒരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിലെ ഈ ഡിസ്കംഫോർട്ട്, എൻ്റെ ജീവിതത്തിലെ ഈ അന്ധത, ഇത് തുറക്കുവാനുള്ള ലോക്ക് ഒറ്റ വ്യക്തിയുടെ അടുത്തേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് ജീസസ്. എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ, എത്ര പ്രതിസന്ധികൾ, എത്ര അന്ധകാരം, എന്തും ഉണ്ടെങ്കിലും നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ജീസസ്. ആര് പറഞ്ഞു ഈ വ്യക്തിയോട്? ഐ ഡോണ്ട് നോ. ഹി വാസ് എ ബ്ലൈൻഡ് മാൻ. സിനഗോഗിൽ പോയി പഠിച്ചോ? എനിക്കറിയത്തില്ല. ബെഗറാ. നമ്മുടെ അത്ര ബുദ്ധി ഇതിലൊക്കെ ഒന്നും കാണത്തില്ല. ബട്ട് he got a divine wisdom. He recognized who this Jesus is. Praise the Lord. പല പ്രാവശ്യം നമ്മളെല്ലാം അറിഞ്ഞിട്ടും നമ്മൾക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം യേശു മാത്രമേ നൽകത്തുള്ളൂ. നമുക്ക് വളരെ വ്യക്തമായി അറിയാം. പക്ഷേ ഇത് അറിഞ്ഞിട്ടും ആ രീതിയിൽ ദൈവത്തോട് കണക്ട് ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് പല പ്രാവശ്യം കടന്നു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പല പ്രാവശ്യം അവോയ്ഡ് ചെയ്യും because of our busyness. ഇന്ന് what is the busyness? ഇന്ന് സമയം ഒത്തിരി കുറഞ്ഞു പോയി. പണ്ട് 10 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് ഇന്ന് 4 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. 6 മണിക്കൂർ ലാഭമായി. 3 ദിവസം ട്രെയിനിൽ യാത്ര ചെയ്ത് നാട്ടിലെത്തുന്ന സമയത്ത് ഇന്ന് 4 മണിക്കൂർ കൊണ്ട് കേരളത്തിലെത്താം. ടൈം ഷ്രിങ്ക് ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളുടെ സമയം കുറഞ്ഞു പോവുക. നമ്മൾക്ക് സമയമില്ല. ആ 10 മണിക്കൂറിൻ്റെ യാത്ര 4 മണിക്കൂർ ആയപ്പോൾ ആ മിച്ചമുള്ള 6 മണിക്കൂർ എന്ത് ചെയ്യുക? അത് നമുക്ക് അത് നമ്മളുടെ കയ്യിൽ ഇരിക്കേണ്ടതല്ലേ. പക്ഷെ നമ്മൾക്ക് അതും ഇല്ല. ഇന്ന് സമയമില്ല. ഒരാളുടെ കയ്യിൽ പോലും സമയമില്ല. യോഗത്തിന് പോകാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു കർത്താവേ സ്തോത്രം, പകൽ മുഴുവൻ പരിപാലിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, നാളെയും പരിപാലിക്കണം. ദൈവം പരിപാലിക്കുന്ന ഒരു മനുഷ്യനായി മാറിയിരിക്കുക. ആവശ്യമുള്ള സമയത്ത് അങ്ങ് പോവുക, കർത്താവേ ഇതെല്ലാം നൽകണം, ആമേൻ, നീ നല്ല ദൈവമാണല്ലോ, ഗ്രേസ്ഫുൾ, ഓ താങ്ക് യു ലോർഡ്, മതി. ബട്ട് ദിസ് മാൻ ഹി ട്രൈഡ് ടു കണക്ട് വിത്ത് ജീസസ്. ഹി വെന്റ് ടു ജീസസ്. അവന് മനസ്സിലായി. അന്ന് യേശുവിൻ്റെ കൂടെ വളരെ ഒരു പുരുഷാരമുണ്ട്. ഒരു ബഗറിനെ സംബന്ധിച്ച് ഒരു പുരുഷാരം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നേട്ടമാകട്ടോ. ബിക്കോസ് കൂടുതൽ ജനമുണ്ടെങ്കിൽ കൂടുതൽ ബാഗ് കിട്ടും, കൂടുതൽ പൈസ കിട്ടും. അവൻ്റെ കൂടെയുള്ള ബഗേഴ്സ് എല്ലാം അവരുടെ കയ്യിലൊരു പാത്രം ഉണ്ടല്ലോ, ചിലപ്പോഴൊക്കെ എക്സ്ട്രാ പാത്രങ്ങളൊക്കെ സഞ്ചിക്കകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും പറഞ്ഞു കാണും, ഇന്ന് എക്സ്ട്രാ പാത്രങ്ങളെല്ലാം എടുത്തു, ഇന്ന് ഒത്തിരി ജനങ്ങളുണ്ട്, വലിയ ഒരു പുരുഷാരമായി ഇതിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഭർത്തമായി ഉണ്ടല്ലോ, ഇപ്പം അവന് പാത്രത്തിൻ്റെ ഓർമ്മയില്ല, അവൻ്റെ പുതപ്പിൻ്റെ ഓർമ്മയില്ല, എക്സ്ട്രാ പാത്രങ്ങളുടെ ഓർമ്മയില്ല. ഹീ ഈസ് ഓൺലി തിങ്കിങ് വൺ തിങ്, I want to connect with Jesus. I want to go with Jesus.
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ ഡയമെൻഷനിലേക്ക് നമ്മൾക്ക് കടക്കണമെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് പല കാര്യങ്ങളെ വിട്ടിട്ട് യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ അടുത്ത് ചേരുവാനുള്ള ഒരു അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ജോർജ് മുളർ 16 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. I appreciate there are amamas, aunties, those who are praying hours and hours. My mother used to pray 6 hours continually. എൻ്റെ മമ്മി ഞങ്ങൾക്ക് നൽകി തന്നത് എന്താന്ന് പറയട്ടെ, ഒരു 5 വലിയ ഡയറീസ്, പ്രാർത്ഥന റിക്വസ്റ്റ് ഡയറീസ്. അതിൻ്റെ പേപ്പേഴ്സ് തിരിച്ച് നോക്കുമ്പോൾ അത് കണ്ണുനീരിങ്ങനെ കിടന്ന് ആ മഷിയുണ്ടല്ലോ, ഇങ്ങനെ മാഞ്ഞു പോയ മഷികളുടെ പാടുകൾ. ദാറ്റ് ഈസ് അവർ ലെഗസി, വാട്ട് ഷീ ഹാസ് സ്റ്റോർഡ് ഫോർ അസ്. 121 പേര്, കുഞ്ഞുങ്ങളില്ലാത്ത 121 കുടുംബങ്ങളുടെ പേര് ബൈ ഹാർട്ട് ഷീ യൂസ് ടു പ്രേ ഫോർ ദം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഒത്തിരി നല്ലതല്ല കേട്ടോ, പക്ഷേ റെഡ് പേന കൊണ്ട് ഡേറ്റ്, ഈ ഡേറ്റിൽ received the answer. Praise the Lord. I thank God for people, those who are praying and spending hours with Jesus. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മൾക്ക് പോകുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ ആത്മീയ നിലവാരം സാധാരണമായ ഒരു നിലവാരമായിരിക്കില്ല. നമ്മളൊരു പുതിയ ഡയമെൻഷനിലേക്ക് കടക്കും, പുതിയ ഒരു റെലമിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ലായിരിക്കും പിന്നെ അവസ്ഥകളെ നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മളുടെ നോട്ടം മുകളിൽ നിന്നും നോക്കുന്ന നോട്ടമായിരിക്കും, താഴെ നിന്നും മുകളിലോട്ട് നോക്കുന്ന നോട്ടമല്ലായിരിക്കും. So, how to change a dimension? To come close to Jesus. First, understand the time. ആ സമയത്തെ മനസ്സിലാക്കുക, അവസരത്തെ മനസ്സിലാക്കുക. And then second, come close to Jesus and connect with Jesus. And one more thing, what Jesus has given him. 51-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നോക്കിയേ, എന്താ യേശു അവനോട് പറയുന്നു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബൂനി, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. You know what here we can see? യേശു അവനൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുക്കുക. ജീസസ് ഗിവിംഗ് എൻ ഓപ്പർച്യൂണിറ്റി. എന്തിന് ഓപ്പർച്യൂണിറ്റിയാ? ടു എക്സ്പ്രസ് ഹിസ് ഫെയ്ത്ത്. അവൻ്റെ വിശ്വാസത്തെ യേശുവിൻ്റെ മുമ്പിൽ പ്രകടീകരിക്കണം. മെനി ടൈം വി ഡോണ്ട് എക്സ്പ്രസ് അവർ ഫെയ്ത്ത്. നമ്മുടെ ഫെയ്ത്തിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തില്ല. ജീസസ് ഈസ് ആസ്കിങ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? യേശുവിന് അറിയത്തില്ലേ എന്ത് ചെയ്യണമെന്ന്? ജീസസ് ഈസ് ഗോഡ്, ഹി ന്യൂ എവറിഥിങ്, ബട്ട് സ്റ്റിൽ ഹി ഈസ് ഗിവിംഗ് എൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവൻ ആ ഫെയ്ത്തിനെ എക്സ്പ്രസ് ചെയ്യുക. ലോർഡ്, ഐ വാണ്ട് ടു സീ, എനിക്ക് കാണണം. പല പ്രാവശ്യം നമ്മൾ ആ വിശ്വാസത്തെ എക്സ്പ്രസ് ചെയ്യത്തില്ല. വി നീഡ് ടു എക്സ്പ്രസ് അവർ ഫെയ്ത്ത്. പല പ്രാവശ്യം കുഞ്ഞുങ്ങളൊക്കെ വന്ന് ഡാഡി മമ്മിയോടൊക്കെ വന്ന് പറയത്തില്ലേ, ഡാഡി യു ക്യാൻ ഡു ദിസ്. അപ്പോൾ ഡാഡി പറയും, ഐ കാൻ ഡു ദിറ്റ്. നോ, ഐ നോ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. യു ആർ എ സ്ട്രോങ് മാൻ. they are expressing the faith. യേശു അവനോട് ചോദിക്കുക, വാട്ട് ഡു യു വാണ്ട്? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഗിരി പ്രഭാഷണം കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോൾ ആ പുരുഷാരത്തിൻ്റെ കൂടെ ഒരു ലെപ്രസി ബാധിച്ച ഒരു വ്യക്തി കടന്നു വരികയാണ്. And you know what he is saying to Jesus? If you want, I can be whole. നീ ആഗ്രഹിച്ചാൽ എനിക്ക് ശുദ്ധമാകാം. ആഗ്രഹമുണ്ട്, എനിക്ക് വളരെ ആഗ്രഹമായി ഈ രോഗത്തിൽ നിന്നും മാറണമെന്ന്. പക്ഷേ എൻ്റെ അല്ല, നിന്റെ ആഗ്രഹം ദൈവമേ. ആൻഡ് ജീസസ് ആൻസർ ഇന്നോട്ട് 2025 വർഷം മുമ്പ് പറഞ്ഞ ആൻസർ തന്നെ ഇന്നത്തെ ആൻസറും. യേശു അന്ന് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു നീ സൗഖ്യമാകുക. ഇന്നും യേശു അത് തന്നെ ആഗ്രഹിക്കുന്നത്. ഇന്നും യേശുവിൻ്റെ ഉത്തരം അത് തന്നെയായിരിക്കും. അവൻ്റെ അടുക്കിൽ വന്ന ഒരാളെ പോലും ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല. എക്സെപ്റ്റ് വൺ മാൻ, ദ റിച്ച് മാൻ. അവനല്ലാതെ വേറെ ആരും യേശുവിൻ്റെ അടുത്ത് നിന്നും നിരാശനായിട്ട് പോയിട്ടില്ല. ഹി ഈസ് എക്സ്പ്രസിങ് അവർ ഫെയ്ത്ത്. ഫെയ്ത്ത് ക്യാൻ ബി എക്സ്പ്രസ് ത്രൂ അവർ ആക്ഷൻ. ഈ വിശ്വാസത്തെ കാണാൻ പറ്റുമോ നമുക്ക്? ഞാൻ പല പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ.
ഈ കൊറോണ വന്ന സമയത്ത് നമ്മൾ ദൈവസഭകളിലൊക്കെ ഒത്തിരി ചർച്ചിൽ കൂടുതൽ ആൾക്കാർ കൂടാൻ പറ്റത്തില്ല. പോകുന്ന ആൾക്കാരെ ഈ ചർച്ചിൻ്റെ വെളിയിൽ ഒരാളിരിപ്പുണ്ട്, ഒരു തെർമോമീറ്റർ ആയിട്ട്. ഓർക്കുന്നുണ്ടോ? കൂടുതൽ സമയമായില്ല, 5 വർഷമല്ലേ ആയുള്ളൂ. ഒരു തെർമോമീറ്റർ ആയിട്ട് ഒരാളിരിക്കും. വരുന്ന ആൾക്കാരുടെ എല്ലാം ടെമ്പറേച്ചർ എടുക്കുക. 98.4, ഓക്കെ, അകത്തോട്ട് പൊക്കോ. 98.5, 102. നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, വെളി പൊക്കോ. എന്താ പ്രോബ്ലം? എന്താ? നിങ്ങൾക്ക് ഫീവറുള്ള ആൾ അകത്ത് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഫീവറിനെ അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് തെർമോമീറ്റർ. പാലിനെ അളക്കാനുള്ള ഒരു മെഷർമെന്റ് ആണ് ലീറ്റർ. ഒരു വെയിറ്റിനെ അളക്കാനുള്ള ഒരു മെഷർമെന്റ് ആണ് കിലോഗ്രാം, പൗണ്ട്. ഒന്ന് ചിന്തിച്ചേ, വിശ്വാസത്തെ അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിരുന്നെങ്കിലോ? ഒന്ന് ചിന്തിച്ചേ. ഇപ്പം നമ്മൾ ചർച്ചിലോട്ട് കടന്നു പോവുക. അപ്പം ചർച്ചിൻ്റെ എൻട്രൻസിൽ ഒരാളിപ്പോഴുണ്ട് ഒരു മിഷനുമായിട്ട്. അപ്പം നിങ്ങൾ ചോദിക്കുക, ഇതെന്താ ഒരു പുതിയ മിഷനാണല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇപ്പം ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ചതാ, ഇത് വിശ്വാസത്തെ അളക്കുന്ന മിഷനാ. വിശ്വാസത്തെ അളക്കുന്ന മിഷനോ? അപ്പം ആദ്യം അവൻ ചോദിക്കും, നിങ്ങൾ ആരാ? അപ്പം നമ്മൾ പറയും, വിശ്വാസിയാ. എത്ര വിശ്വാസമുണ്ട്? ഒത്തിരി വിശ്വാസമുണ്ട്. അപ്പോൾ ചോദിക്കും, ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചങ്കിടിക്കാൻ തുടങ്ങും. വിശ്വാസത്തെ അളക്കുന്ന ഒരു മിഷനോ? സാറേ, ഇതിനകത്ത് 1 തൊട്ട് 10 വരെ ഇങ്ങനെ മെഷർമെൻ്റ് ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ വളരെ കുറവുള്ള വിശ്വാസം, 10 എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിശ്വാസം. അപ്പം നിങ്ങൾ ഈ മിഷൻ്റെ അടിയിൽ കൂടെ കടന്നുപോയാൽ ഈ മിഷൻ ഷോ ചെയ്യും 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോവുക ആ ചർച്ചിൽ. അപ്പോൾ ആ മിഷൻ്റെ അടിയിൽ കൂടെ ഞാൻ പോവുക. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുക, പാസ്റ്റർ രാജ്കുമാർ ഇത് 10 ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ അതിൽ വന്നു 1.5. ആരെങ്കിലും എൻ്റെ പ്രസംഗം കേൾക്കാൻ നിൽക്കുക അവിടെ? ഐ താങ്ക് ഗോഡ്, അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആരും ഉണ്ടാക്കിയില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ദർ ഇസ് എ ഇൻസ്ട്രുമെൻ്റ് ഇൻ ഹെവൻ. ഹീ സീസ് അവർ ഫെയ്ത്ത്. അവൻ നമ്മുടെ വിശ്വാസത്തെ കാണുന്നു. ആൻഡ് നമ്മളുടെ വിശ്വാസം നമ്മളുടെ ആക്ഷനിൽ കൂടെ കാണുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഒരു രോഗിയെ കട്ടിലിൽ മേൽ 4 പേര് പിടിച്ചുകൊണ്ട് വരിക. അപ്പം വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര റഷ. ഇവരോർത്തു ഇതൊരു ക്രിട്ടിക്കൽ പേഷ്യൻ്റ് ആണല്ലോ. നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ ആംബുലൻസ് പീന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ സൈഡ് കൊടുക്കാറില്ലേ? ആംബുലൻസ് മുമ്പോട്ട് പോയിക്കോട്ടെ, അറിയത്തില്ല എങ്ങനത്തെ രോഗിയാന്ന്. അപ്പോൾ ഈ രോഗിയെ കട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവരോർത്തു ഞങ്ങളെ കാണുമ്പോഴത്തേക്കും എല്ലാവരും വഴി തരുമെന്ന്. പക്ഷേ അവിടെ നോക്കിയപ്പോൾ അകത്ത് കയറാനുള്ള അവസരം പോലും ഇല്ല, അത്രയ്ക്കും റഷ. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ഈ വന്ന ആളിനെ കാട്ടി ക്രിട്ടിക്കലായ പേഷ്യൻസ് അകത്ത് കിടക്കുന്നത്. അപ്പം ഈ പുള്ളിക്ക് ഇപ്പം നമ്പറൊന്നും വരത്തില്ല. പക്ഷേ ഇവൻ്റെ കൂടെ വന്ന 4 സഹോദരന്മാർ, അവരുടെ വിശ്വാസം വലിയ വിശ്വാസമാണ്. അവർ പറഞ്ഞു, ഇനി നമുക്ക് ഒരു പരിപാടിയില്ല, ഈ പുള്ളി സൗഖ്യമാകണം, ഈ വ്യക്തിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അപ്പം ചിലർ പറഞ്ഞു കാണും, എങ്ങനെ കൊണ്ടുപോകും, സ്ഥലമില്ല, നിങ്ങൾക്ക് പോകാൻ പോലും സ്ഥലമില്ല. സാരമില്ല, മുകളിൽ കയറാം. യു ജസ്റ്റ് ഇമാജിൻ, അവർ മുകളിൽ കയറി ആ ടെറസിനെ പൊളിച്ചു. താഴെ മീറ്റിംഗ് നടക്കുക, താഴെ പ്രസംഗം നടക്കുക. ഇങ്ങനെ ഒരു ചർച്ചിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും ഢം 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 ഒച്ച വന്ന എത്ര പേര് അകത്തിരിക്കും? അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇരുന്നിട്ട് ഇപ്പം ഇരിക്കും, ഒച്ച മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മണ്ണും ചില കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ താഴെ വീണാലോ എല്ലാവരും ഡിസ്റ്റർബ് ആകത്തില്ലേ? കുറച്ച് കഴിഞ്ഞ് ഈ ആരാധന ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കട്ടിൽ താഴോട്ട് വന്നു. ഒരാൾ ഇത് കാണുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് ഓടും അവിടുന്ന്. ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളവരൊക്കെ ചിലർ ചിന്തിക്കും ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ആ വ്യക്തിയെ താഴെ ഇറക്കിയപ്പോൾ യേശു 5-ാം വാക്യത്തിൽ എന്നു പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശു അവരുടെ വിശ്വാസത്തെ കണ്ടു. വിശ്വാസം കാണാൻ പറ്റും, വിശ്വാസം നമ്മുടെ പ്രവൃത്തിയിൽ കാണാൻ പറ്റും. And this man is expressing his faith to Jesus. ആ വ്യക്തി പറയുക, I want to be healed. I want to see. Lord, I know that you can do it. നിനക്കിത് ചെയ്യുവാൻ പറ്റും. You do it. I trust you. ദൈവം പല പ്രാവശ്യം നമ്മളുടെ ഫെയ്ത്ത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ ശുശ്രൂഷ കാലങ്ങളിൽ ആദ്യ സമയങ്ങളിൽ ഞാൻ പല പ്രാവശ്യം അതിനെ മനസ്സിലാക്കിയിട്ടില്ല.
മെനി എ ടൈംസ് ഗോഡ് പുട്ട് മീ ഇൻ സ്പോട്ട്. പല പ്രാവശ്യം പെട്ടെന്ന് നമ്മൾ യാദൃച്ഛികമായി ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നുപോയി, അവിടെ ആരെയോ കാണാൻ പോയതാ, അപ്പോഴത്തേക്കും അവിടെ അറിഞ്ഞു അവരുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് കടന്നു വന്നിട്ടുണ്ട്, അവർക്ക് ക്യാൻസറാ. പെട്ടെന്ന് പറയുക, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുക. അന്നൊക്കെ ശുശ്രൂഷയിൽ കടന്നു വന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എന്നാ പ്രാർത്ഥിക്കാനാ, ഒന്നും അറിയത്തില്ല. പക്ഷെ നൗ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഗോഡ് ഈസ് ഗിവിങ് അസ്. അത് നമ്മൾക്കൊരു അവസരമാണ് നൽകിയ കേട്ടോ. അതൊരു ഒരു ഒരു അതിനെ പോസിറ്റീവ് രീതിയിൽ എടുക്കണം. അങ്ങനെ പല പ്രാവശ്യം നമ്മളെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്. പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കാതെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ദാറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ദൈവം അവിടെ ആഗ്രഹിക്കുന്നത് യു എക്സ്പ്രസ് യുവർ ഫെയ്ത്ത് ഇൻ ജീസസ്. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ വിശ്വാസത്തെ യേശുവിന്റെ മുമ്പിൽ പ്രകടീകരിക്കുക. ഗോഡ് വിൽ ആൻസർ ദാറ്റ്. ആൻഡ് വാട്ട് ഹീസ് സെയിങ്, അവൻ പറയുക, എനിക്ക് കാണണം, ഐ വാണ്ട് ടു സീ. ആൻഡ് വെൻ ഹി എക്സ്പ്രസ് ഹിസ് ഫെയ്ത്ത്, അവൻ ആ ഫെയ്ത്തിനെ യേശുവിന്റെ മുമ്പിൽ പ്രകടീകരിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞ? ഗോ, യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു. യുവർ ഫെയ്ത്ത് ഹാസ് ഹീൽഡ് യു. You know, I said 3 things. 1, understand the time. 2, try to connect with Jesus. യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വാ. 3, express your faith in Jesus. 4ാമത്തെ കാര്യം, അതിൻ്റെ 52 വാക്യത്തിൽ യേശു പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആദ്യം അതിൻ്റെ മുമ്പ് എന്നോട് എന്താ പറഞ്ഞ യേശു? അവനോട് Go, your faith has healed. The 4th thing, he never left Jesus. ഒരിക്കലും അവൻ യേശുവിനെ വിട്ടില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ മേഖലകളിൽ നമ്മൾക്ക് നടക്കണമെങ്കിൽ, ഒരു അതിശയം കണ്ട് ഒരു സൗഖ്യം പ്രാപിച്ച് യേശുവിനെ വിട്ടിട്ട് പോകുവാനല്ല, പക്ഷെ ജീവിതകാലം മുഴുവൻ യേശുവിൻ്റെ കൂടെ നടക്കുവാൻ. ഈ വ്യക്തിയോട് യേശു പറയുക, നീ പൊക്കോ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, അവൻ യേശുവിനോട് പറയും, യേശു എന്താ പറയുന്നത്, പൊക്കോളാനോ? ഇനി പോകുന്ന ഒരു പരിപാടിയില്ല യേശു. നോ ടേണിംഗ് ബാക്ക്. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ യു ബിക്കോസ് യു ചേഞ്ച്ഡ് മൈ ലൈഫ്. നീ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിരിക്കുക. ഇനി നിന്നെ വിട്ടിട്ടൊരു ഒരു യാത്രയില്ല. ദിസ് മാൻ, ഞാൻ എൻ്റെ ഭാവനയിൽ ഞാൻ പറയട്ടെ, ഇതേ റോഡിൽ തന്നെ ഒരുപക്ഷെ ഈ ഭർത്തുമായി പിന്നെയും കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഇവൻ്റെ കൂടെ ഭിക്ഷ യാചിച്ചവർ ആ റോഡിൽ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരിക്കാം. പക്ഷേ ഡയമെൻഷൻ മാറി കേട്ടോ, റെലം മാറി. പണ്ട് ഇവൻ ഇരിക്കുമായിരുന്നു, ഇന്നിവൻ നടക്കുക. പണ്ടിവൻ യാചിക്കുമായിരുന്നു, പക്ഷേ ഇന്ന് യാചിക്കുകയല്ല, ഇന്നൊരു പക്ഷേ കൊടുക്കുവാൻ വേണ്ടി ദൈവം അവനെ അനുഗ്രഹിച്ചു കാണും. മറ്റുള്ളവർ ആ സെയിം സിറ്റുവേഷനിലിരിക്കുക, അവർക്ക് യാതൊരു ചേഞ്ചസും ഇല്ല. അവരങ്ങനെ പുരുഷാരം കടന്നു വരും, പൈസ ഉണ്ടാക്കും, പൈസ കളക്ട് ചെയ്യും, ബാങ്കിൽ കൊണ്ടുപോയിടും. പക്ഷേ ആ ബാഗർ തന്നെയാ, ഒരവസ്ഥയ്ക്ക് മാറ്റമില്ല. പക്ഷേ ദിസ് മാൻ ചേഞ്ച്ഡ്. ഈ വ്യക്തി മാറി, അവൻ്റെ ഡയമെൻഷൻ മാറി. ഹീ ഈസ് വാക്കിംഗ് ഇൻ എ ന്യൂ ഡയമെൻഷൻ. അവനൊരു പുതിയ റെലമില്ല നടക്കുന്നത്. ദ റീസൺ ഈസ് ഹീ അണ്ടർസ്റ്റുഡ് ഹിസ് സീസൺ. അവൻ്റെ സമയത്തെ മനസ്സിലാക്കി. ദിസ് ഈസ് മൈ ടൈം. ഞാൻ എൻ്റെ സഭയിൽ എന്നും പറയാറുണ്ട്, 52 സൺഡേ ഉണ്ടെങ്കിലും ഒരു സൺഡേ പോലും മിസ്സാക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ 37ാമത്തെ സൺഡേ വന്നില്ലെങ്കിൽ, ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി 37ാമത്തെ സൺഡേ ആയിരിക്കും സന്ദർശനത്തിന് വെച്ചിരിക്കുന്നത്. Praise the Lord. We don't know. ആ സമയത്ത് സപ്പോസ് ഈ യേശു കടന്നുപോയ സമയത്ത് ഭർത്തുമായി അവിടെ കിടന്ന് ഉറങ്ങുവാണെങ്കിലോ, യേശു കടന്നു പോയി കഴിഞ്ഞ് മറ്റുള്ളവർ പറയും, ഇവൻ എഴുന്ന് യേശു പോയോ, പോയി, ഗോൺ, ഓപ്പർച്യൂണിറ്റി ഹാസ് ഗോൺ. അവസരം എപ്പോഴും വരത്തില്ല കേട്ടോ. ബട്ട് വെൻ ഇറ്റ് കം, വി നീഡ് ടു ഡിസേൺ, ദിസ് ഇസ് മൈ ഓപ്പർച്യൂണിറ്റി. So his dimension change, his walk change, his work change, his thought process change. ഡയമെൻഷൻ നമ്മൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മാറും കേട്ടോ. നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ കാഴ്ച കുറവാണ്, പക്ഷെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ഡയമെൻഷൻ ചേഞ്ച് ആവുക, നമ്മളുടെ കാഴ്ച കൂടുക. This man, his vision got widened and he became a new creation.
ഒരു പുതിയ രീതിയിൽ അവൻ നടക്കുകയാണ്. യുനോ, ഡയമെൻഷൻ ചേഞ്ച് ആകുന്നതിൻ്റെ ഒരു റീസൺ, ഒരു എക്സാമ്പിളും കൂടെ പറയാം. പണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടായിരുന്ന കാലം? ഭയങ്കര വലിയ TV, ഷട്ടറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വില്ലേജിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര ഷട്ടറൊക്കെ ഉള്ള, പക്ഷേ അത് കാണണമെങ്കിൽ ഒരു 50 അടിയെങ്കിലും എൻറ്റിന വെക്കണം മുകളിൽ. പിന്നെ 3-4 പേര് വേണം അതിന്. എന്നാന്ന് വെച്ചാൽ ഈ പക്ഷികളൊക്കെ വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രീക്വൻസി എല്ലാം മാറിപ്പോകും. അപ്പം ഒരാൾ മണ്ട കയറും, പിന്നെ ഒരാൾ താഴെ നിൽക്കും, ഒരാൾ അതിനെ കറക്കും, ഒരാൾ പറയും റെഡി, ഓക്കെ, മതി 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 മതി, ഫിക്സ് ആയി. പിന്നെ അത് അപ്പോൾ ഇച്ചിരി ക്ലിയർ കിട്ടാൻ തുടങ്ങും. പക്ഷേ ഇന്നത്തെ TVയും അന്നത്തെ TVയും കൂടെ നോക്കിയാൽ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസാണ്. അന്ന് HD ഇല്ല, ഇന്ന് HD-യാണ്. അന്ന് കാണുന്നത് നമ്മൾ ബ്ലറായിട്ടാണ്, വളരെ നമുക്ക് കാണാം, ദിസ് ഇസ് എ പിക്ചർ ഇസ് കമ്മിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് കളർ. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് റിയൽ കാണുന്നത് പോലെയാണ്. യുനോ, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് ഡയമെൻഷൻ. നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയതിന് മുമ്പും യേശുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞുള്ള ജീവിതം നമ്മൾ നോക്കിയാൽ വി ആർ ഇൻ എ ഡിഫറെൻറ്റ് റെലം, ഡിഫറെൻറ്റ് ഡയമെൻഷൻ. ഞാൻ പറയട്ടെ, നമ്മളുടെ ഈ ഡയമെൻഷനിൽ നിന്നും ഒന്നോടെ ഉയരത്തിലേക്ക് പോകണമെങ്കിൽ വി നീഡ് ടു ഡു ദീസ് സ്റ്റെപ്സ്. അണ്ടർസ്റ്റാൻഡ് ദ ടൈം, സമയത്തെ മനസ്സിലാക്കുക, യേശുവിനോട് കൂടെ നടക്കുവാൻ ഇച്ഛിക്കുക, നമ്മുടെ വിശ്വാസത്തെ അവനിൽ പ്രകടിപ്പിക്കുക, ജീവിതം മുഴുവൻ അവനോട് കൂടെ നടക്കുവാൻ ഇച്ഛിക്കുകയാണ്. ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്താൽ വി വിൽ നോ ലോങ്കർ വാക്കിംഗ് ഇൻ എ ഓൾഡ് പാത്വേ, ബട്ട് വി വിൽ ബി വാക്കിംഗ് ഇൻ എ ഡിഫറെൻറ്റ് റെലം. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും, നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞാലും, മറ്റുള്ളവർ എന്ത് സംസാരിച്ചാലും, ബട്ട് യുവർ വിഷൻ വുഡ് ബി ഓൾവേസ് ഹെവൻലി വിഷൻ. നിങ്ങൾ പറയും നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഒരാൾ പറയും ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, പക്ഷെ നിങ്ങൾ പറയും എവറിഥിങ് വിൽ ബി ഹാപ്പൻ. മറ്റുള്ളവർ പറയുന്നത് ഇനി പട്ടിണിയായിരിക്കും, യു വിൽ സേ മൈ ജൈറെ വിൽ പ്രൊവൈഡ് എവറിഥിങ്. യു വിൽ സേ നിങ്ങൾ പരാജയപ്പെടാൻ പോകുക, യു വിൽ സേ മൈ യഹോവ നിസി വിൽ ഗിവ് മി വിക്ടറി. Your vision got changed, your dimension got changed, your thought process got changed, your entire perception got changed. ഇന്ന് നമുക്കൊരു പുതിയ റെലമിലേക്ക് നടക്കാം, പുതിയ ഡയമെൻഷനിലേക്ക് കടന്നു പോകാം. ഭർത്തമായി ഒരു അന്ധന, പക്ഷേ ഇന്നും ഹി ഈസ് ഏബിൾ ടു ടീച്ച് us മെനി തിങ്സ്. ആ നല്ല ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ കർത്താവ്. ദൈവം മക്കളെ, ഇന്ന് രാത്രി ഇങ്ങനെ നമുക്കൊരു അവസരം നൽകിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യുക. രാജസ്ഥാനിൽ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ജയ്പൂരിൽ വരുവാണെങ്കിൽ സാബുങ്ങളോട് എൻ്റെ നമ്പർ മേടിച്ചാൽ മതി. യു ക്യാൻ കം ആൻഡ് ജോയിൻ us some time for Sunday or some worship or pray for us. ഞാൻ പറഞ്ഞ എൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, രാജ്കുമാർ. മൈ വൈഫ്സ് നെയിം ഇസ് ഡോക്ടർ ഷീലു. വി ഹാവ് 2 sons, Aaron and Austin. Aaron is married to Ria. They married last year. Austin is doing his engineering second year but studying for BTH also. അതുകൂടാതെ ഞങ്ങളൊരു മോളെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് ഫ്രോം എ സ്ലം. ഒരു സ്ലമ്മിൽ നിന്നും ആ കൊച്ചിനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീ ഈസ് സ്റ്റഡിങ് ഫോർ BSc മാത്തമാറ്റിക്സ്. ഹർ നെയിം ഇസ് മീനാക്ഷി. സോ പ്ലീസ് പ്രേ ഫോർ us. ഞങ്ങളുടെ ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ പ്രയാസമാണ് ഇവിടെ. സെപ്റ്റംബർ മാസത്തിൽ ആൻറ്റി കൺവേർഷൻ ബിൽ ഇവിടെ കടന്നു വന്നു. അത് കഴിഞ്ഞ് 70% ഓഫ് ദ ചർച്ചസ് ഓഫ് ജയ്പൂർ സിറ്റി നോൺ ഓപ്പറേഷനിലാണ്, ഓൺലി ഓൺ സൂം. ഞങ്ങളൊരു വലിയ മാരേജ് ഗാർഡനിലായിരുന്നു ഞങ്ങൾ റെൻറ്റ് ചെയ്ത് ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ലോ വന്ന കാരണം അവരും ഞങ്ങളോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. സോ ഫോർ 3 months വി ഡിഡൻറ്റ് ഹാഡ് എനി പ്ലേസ് ടു വർഷിപ്പ്. സൂമിലായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഒരു വിശ്വാസി സഹോദരിയുടെ ഒരു ബേസ്മെൻറ്റ്, ഒരു ചെറിയൊരു അക്കോമഡേഷൻ ഞങ്ങൾക്ക് കിട്ടി. അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തു. വെരി സ്മോൾ പ്ലേസ്. പക്ഷേ അതിനകത്ത് ഒരു പ്രാവശ്യം കസേരയിട്ട 50 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളൊരു 150 പേരെങ്കിലും ഇരിക്കും, 120 പേരെങ്കിലും. അങ്ങനെ ഞങ്ങൾ 3 പ്രാവശ്യമായിട്ടാണ് ആരാധിക്കുന്നത്. സോ പ്ലീസ് പ്രേ ദാറ്റ് ഗോഡ് വിൽ ഓപ്പൺ അപ്പ് സം വേസ്. രാജസ്ഥാനിൽ ഒരു അനുകൂലമായ ഒരു ഗവൺമെൻറ് കടന്നു വരണം ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഈ കഴിഞ്ഞ 5-6 മാസം കൊണ്ട് വളരെ പ്രതികൂലങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ഗോഡ് ഈസ് വർക്കിംഗ്. ഇപ്പോൾ ഒരു 14 പേര് സ്നാനപ്പെടുവാൻ റെഡി ആയിരിക്കുക. 30 May വി ആർ ഗോയിങ് ടു ഹാവ് ബാപ്റ്റിസം. ദ പ്രോബ്ലം ഈസ് സ്നാനപ്പെടുത്തുവാൻ സ്ഥലമില്ല. പണ്ടൊരു സ്കൂളിൽ സ്നാനപ്പെടുത്താമായിരുന്നു, പക്ഷേ ഇപ്പം സ്കൂളിൽ പെടുത്താൻ പറ്റത്തില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ രജിസ്ട്രേഷൻ പോലും അവർ കളയും. സോ എവറിബഡി ഈസ് സ്കെയർഡ്. So we are just wondering like what to do now. But we know that God is a good God.
സോ പ്ലീസ് അപ്രീഷിയേറ്റ് യുവർ പ്രേയേഴ്സ്. ദൈവം ഈ ഗ്രൂപ്പിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാബു അങ്കിൾ, മേരിക്കുട്ടി ആൻറ്റി, ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഐ ഹോപ്പ് ഐ ഡിഡൻ സ്പോക്ക് ഒരു മലയാളം ഒന്നും തെറ്റായി ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. യെസ്, I think you are mute. Pastor. മ്യൂട്ട് അൺമ്യൂട്ട് ആകും. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ ഐശ്വര്യമായി ദൈവവചനത്താൽ അനുഗ്രഹിച്ചതിനാൽ നമുക്ക് കരമുയർത്തി കർത്താവിന്റെ മഹത്വം കരയറ്റാം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകമായി ആമേൻ. സമയത്തെ തിരിച്ചറിഞ്ഞു. നിന്റെ സന്ദർശനകാലം നീ അറിയണം എന്ന ദൈവവചനം പോലെ സമയത്തെ തിരിച്ചറിഞ്ഞു, സീസൺ തിരിച്ചറിഞ്ഞു. 2, അവൻ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് യേശുവുമായി ആഴമായൊരു ബന്ധം സ്ഥാപിച്ചു. 3, അവന്റെ വിശ്വാസം അവൻ പ്രകടമാക്കി. സ്തോത്രം. 4, അവൻ യേശുവിനെ ഫോളോ ചെയ്തു, അനുഗമിച്ചു. അങ്ങനെ അവന്റെ ഡയമെൻഷൻ മാറുകയാണ്, അവന്റെ വിശ്വാസത്തിന്റെ തലം മാറുകയാണ്, ദർശനത്തിന്റെ തലം മാറുകയാണ്. കേവലം ഒരു സൗഖ്യം പ്രാപിച്ച ഒരു അത്ഭുത വിടുതൽ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ആത്മീയ ദർശനം, അതിന്റെ ഡയമെൻഷൻ, അതിന്റെ തലം, അതിന്റെ തലം ആമേൻ ഉയരത്തിലേക്ക് ഉയരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അവസരങ്ങൾ നഷ്ടമാക്കരുത്. നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളെക്കാൾ പ്രാർത്ഥനയിലും ആരാധനയിലും വചന ശുശ്രൂഷയിലും വചന കേൾവിയിലും വചന ധ്യാനത്തിലും വചന പ്രഘോഷണത്തിലും എല്ലാം നമുക്ക് മുന്നേറി വരാൻ ഇടയാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ വിജയ് ബ്രദർ പ്രാർത്ഥിക്കുകയും ആമേൻ. സ്തോത്രം. പ്രിയ സന്തോഷ് പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യും. Thank you, Lord. Hallelujah, hallelujah, hallelujah. A great God, Father, loving and caring Master. Father, we thank you and praise you, Lord, Father, for this blessed and wonderful time that you had given us to look unto thee, O Lord. Together, O Lord, Father, we bow our heads unto the mighty feet of yours, O Lord. We thank you, Father, for your great presence in today's meeting, O Lord. Thank you, Father, for the blessings and graces that you had showered in our midst this evening, O Lord, Father. We thank you, Father, for your servant who leaded the meeting. Lord, you bless him, help him, O Lord. Honor the visions that you had given to him, O Lord. Thank you, Father, for Pastor Rajkumar, O Lord, Father. Thank you, Father, for the way that you are using him, O Lord, Father. Thank you, Father, for speaking to all of us through the words, O Lord, Father. God Almighty, Father, God Almighty, Father. As Bartimaeus, O Lord, Father, God Almighty, Father, as he knew, O Lord, Father, his timing, O Lord, Father, as he got connected, O Lord, Father, to Lord Jesus, O Lord, Father. God Almighty, Father, God Almighty, Father, you honor him, Lord, you bless him, O God, Father. God Almighty, Father, help us to express our faith, O Lord, Father. God Almighty, Father, Jesus Christ, O Lord, Father, help us to walk in the new realm, O God, Father. We pray to you, Lord, in every aspect of our life, O Lord. Help us to be more stronger in faith, O Lord. Thank you, Father, for the blessed teaching that we heard, the blessed exhortation that we heard, O Lord. Make it a great blessings in everybody's life, O God, Father. We pray to you, Lord. Thank you, Father, for all the tough times, O Lord, Father, that your servant is facing, O Lord. But in all those tough timing, O Lord, Father, you are using him, O Lord, Father. God Almighty, Father, you honor them, Lord, you bless them, O Lord. Bless the family, O Lord. Bless the dear sister, bless the dear kids, bless the family, O Lord, Father. We pray to you, Lord. Honor them, bless them, O God, Father. We pray to you, Lord. Bless the upcoming baptism ceremony, O Lord, Father. God Almighty, Father, make it a great blessings, O God, Father. Bless the ministry, O God, Father. We pray to you, Lord. In everything, O Lord, Father, let you be glorified and honored, O Lord. Let you be exalted, O God. Let your kingdom be served, O God, Father. We pray to you, Lord. Oh, my heavenly Father, as we are discussing, O Lord, Father, we ask your great presence, O Lord. We ask your glory and honor, O Master. In the most precious name of our Redeemer, Lord Jesus Christ, we pray to you, heavenly Father. Amen. ദൈവം പ്രാർത്ഥനയെ യാചനയും കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്നേഹം, പുത്രനായ യേശു കർത്താവിന്റെ കൃപ, ആശിസ്വെടുത്ത പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അനുഗ്രഹങ്ങൾ വചന ശുശ്രൂഷ പാസ്റ്റർ രാജ്കുമാർ അവരോടും ഈ മീറ്റിംഗ് പ്രസൈഡ് ചെയ്ത പാസ്റ്റർ ജോസ് പാസ്റ്ററോടും ഈ സൂമിൽ അറ്റൻഡ് ചെയ്ത എല്ലാ ദൈവജനത്തോടും ദൈവദാസനും ഭൂലോകത്ത് പാടുന്ന സകല വിശുദ്ധന്മാരുടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയദത്ത കർത്താവിൻ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഐശ്വര്യമായ കർത്താവിന്റെ വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജ്കുമാറിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.